നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. ടൈറ്റാനിയം, സിമ്പൽ Ti ആണ്, അറ്റോമിക് നമ്പർ 22. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെയാണ് ടൈറ്റാനിയം അറിയപ്പെടുന്നത്. വിമാന എഞ്ചിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൻ്റെ മറ്റൊരു ഉപയോഗമാണ് വിമാന എഞ്ചിൻ നിർമ്മാണം. ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. അപ്പം എന്തൊക്കെയാണ് ടൈറ്റാനിയത്തിൻ്റെ പ്രത്യേകതകൾ? ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നു. വിമാന എഞ്ചിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം, ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം. ഇനി അടുത്തത് നോക്കാം. വനേഡിയമാണ്. വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ 23. കടൽ വെള്ളരിയിൽ സമൃദ്ധമായുള്ള ലോഹമാണ് വനേഡിയം. വനേഡിയം സമൃദ്ധമായി കാണപ്പെടുന്നത് കടൽ വെള്ളരിയിലാണ്. സമ്പർക്ക പ്രക്രിയയിൽ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണത്. ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് വനേഡിയം. സമ്പർക്ക പ്രക്രിയയിൽ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് വനേഡിയം. അടുത്തത് ക്രോമിയമാണ്. സിമ്പൽ Cr, അറ്റോമിക് നമ്പർ 24. ഏറ്റവും കാഠിന്യമുള്ള ലോഹമാണ് ക്രോമിയം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ലോഹം ക്രോമിയമാണ്. ക്രോമിയത്തിന്റെ പ്രത്യേകതകൾ: ഏറ്റവും കാഠിന്യമുള്ള ലോഹമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ലോഹം ക്രോമിയമാണ്. അടുത്തത് ഇരുമ്പ്. സിമ്പൽ Fe, അറ്റോമിക് നമ്പർ 26. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ഭൂമിയുടെ ഭാരത്തിന്റെ ഏറിയ പങ്കും പ്രദാനം ചെയ്യുന്ന മൂലകമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. ഭൂമിയുടെ ഭാരത്തിന്റെ ഏറിയ പങ്കും പ്രദാനം ചെയ്യുന്ന മൂലകവും ഇരുമ്പാണ്. അടുത്ത പോയിന്റ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഭൂമിയുടെ പിണ്ഡത്തിൽ കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറേറ്റ്. അയൺ പൈറേറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. അയണിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ അയണിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയാണ്. ഇരുമ്പ് തിരുമ്പിക്കുമ്പോൾ ഭാരം വർദ്ധിക്കുന്നത് ഇരുമ്പ് അയൺ ഓക്സൈഡായി മാറുന്നത് കൊണ്ടാണ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഭാരം വർദ്ധിക്കുന്നതിന് കാരണം ഇരുമ്പ് അയൺ ഓക്സൈഡായി മാറുന്നത് കൊണ്ടാണ്. താൽക്കാലിക കാന്തം ഉണ്ടാക്കാൻ പച്ചിരുമ്പാണ് ഉപയോഗിക്കുന്നത്. താൽക്കാലിക കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പച്ചിരുമ്പ്. അടുത്ത മൂലകമാണ് കോബാൾട്ട്. CO ആണ് സിമ്പൽ, അറ്റോമിക് നമ്പർ 27. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കോബാൾട്ടിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കോബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കോബാൾട്ടിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കോബാൾട്ട് 60. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം കോബാൾട്ട് ആണ്. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം കോബാൾട്ട് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അടുത്തത് നോക്കാം. നിക്കൽ. സിമ്പൽ Ni ആണ്, ആറ്റോമിക് നമ്പർ 28. കൊബാൾട്ട് ക്ലോറൈഡിന്റെ നിറമാണ് നീല. കൊബാൾട്ട് ക്ലോറൈഡിന്റെ നിറം നീലയാണ്. നിക്കൽ വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് മോൺസ് പ്രോസസ് എന്നാണ്. നിക്കൽ വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് മോൺസ് പ്രോസസ്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് വനസ്പതി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ആണ് നിക്കൽ. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവിട്ട് വനസ്പതി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് ആണ് നിക്കൽ. നിക്കൽ ഗ്ലാസുകൾക്ക് നൽകുന്ന നിറമാണ് പച്ച. നിക്കൽ ഗ്ലാസുകൾക്ക് നൽകുന്ന നിറം പച്ച നിറമാണ്. ഹീറ്റിംഗ് കോയിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നിക്കൽ സങ്കരമാണ് നിക്രോം. ഹീറ്റിംഗ് കോയിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നിക്കൽ സങ്കരമാണ് നിക്രോം. നിക്കലും ക്രോമിയവും അയണും ചേരുന്നതാണ് നിക്രോം. അടുത്ത മൂലകമാണ് കോപ്പർ. സിമ്പൽ Cu, അറ്റോമിക് നമ്പർ 29. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമാണ് കോപ്പർ.
പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം കോപ്പറാണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കോപ്പറാണ്. ആഭരണങ്ങൾ നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചേർക്കുന്ന ലോഹമാണ് കോപ്പർ. ബലം കിട്ടാൻ വേണ്ടിയിട്ട് ആഭരണങ്ങൾ നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചേർക്കുന്ന ലോഹം കോപ്പറാണ്. ഇലക്ട്രിക്കൽ വയറുകളുടെ നിർമ്മാണത്തിനും സ്റ്റീം വാട്ടർ പൈപ്പുകളുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ലോഹമാണ് കോപ്പർ. ഇലക്ട്രിക്കൽ വയറുകളുടെ നിർമ്മാണത്തിനും സ്റ്റീം വാട്ടർ പൈപ്പുകളുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ലോഹം കോപ്പറാണ്. ബ്രോൺസ്, ബ്രാസ്, നാണയ സങ്കരങ്ങൾ എന്നിവയിലെ പൊതുഘടകമാണ് കോപ്പർ. ബ്രോൺസ്, ബ്രാസ്, നാണയ സങ്കരങ്ങൾ എന്നിവയിലെ പൊതുഘടകം കോപ്പറാണ്. വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹവും കോപ്പറാണ്. വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം കോപ്പർ. അടുത്ത മൂലകമാണ് സിങ്ക്. ഇസഡൻ ആണ് സിമ്പല്. അറ്റോമിക് നമ്പർ 30. കണ്ണിന് ആരോഗ്യം നൽകുന്ന ലോഹമാണ് സിങ്ക്. കണ്ണിന് ആരോഗ്യം നൽകുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. നാഗം എന്നറിയപ്പെടുന്ന ലോഹമാണ് സിങ്ക്. നാഗം എന്നറിയപ്പെടുന്ന ലോഹം സിങ്ക് ആണ്. തത്വചിന്തകരുടെ കമ്പിളി എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ്. തത്വചിന്തകരുടെ കമ്പിളി എന്നറിയപ്പെടുന്ന സംയുക്തം സിങ്ക് ഓക്സൈഡ് ആണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ സാധിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സിങ്കും മെർക്കുറിയും. സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ സാധിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സിങ്കും മെർക്കുറിയും. അവയുടെ മെൽറ്റിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് ആണ് സ്വേദന പ്രക്രിയ ഉപയോഗിക്കാനായിട്ട് കാരണം. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം സിൽവർ ബ്രോമൈഡ് ആണ്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിൽവർ ബ്രോമൈഡ്. അടുത്ത മൂലകം ഇറിഡിയം ആണ്. സിമ്പൽ IR. അറ്റോമിക് നമ്പർ 77. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി ചെറുക്കുന്ന ലോഹമാണ് ഇറിഡിയം. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി ചെറുക്കുന്ന ലോഹം ഇറിഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ്. ഇറിഡിയം അറിയപ്പെടുന്നത് മഴവിൽ ലോഹം എന്നാണ്. അടുത്ത മൂലകമാണ് പ്ലാറ്റിനം. സിമ്പല് PT. അറ്റോമിക് നമ്പർ 78 ആണ്. പ്രകൃതിയിൽ നിന്ന് ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം. പ്രകൃതിയിൽ നിന്ന് ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം. സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് പ്ലാറ്റിനം. പ്ലാറ്റിനം സ്വതന്ത്രാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത സ്വർണം, ലിറ്റിൽ സിൽവർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം അറിയപ്പെടുന്നത് വെളുത്ത സ്വർണം, ലിറ്റിൽ സിൽവർ എന്നിങ്ങനെയാണ്. അടുത്ത എലമെൻ്റ് ആണ് സ്വർണം. സിമ്പൽ AU. അറ്റോമിക് നമ്പർ 79 ആണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സ്വർണം. സ്വർണം അറിയപ്പെടുന്നത് ലോഹങ്ങളുടെ രാജാവ് എന്നാണ്. വേർതിരിക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ എന്ന് പറയും. സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. ഡക്റ്റിലിറ്റിയും മാലിയബിലിറ്റിയും ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ്. സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം സ്വർണം. സ്വതന്ത്രാവസ്ഥയിലാണ് സ്വർണവും സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? 24 ക്യാരറ്റ്. അതിനെയാണ് തങ്കം എന്ന് വിളിക്കുന്നത്. ശുദ്ധമായ സ്വർണത്തിൻ്റെ ക്യാരറ്റ് 24 ക്യാരറ്റ്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 916 ഗോൾഡ് എന്നത് 22 ക്യാരറ്റ് ആണ്. 916 ഗോൾഡ് എത്ര ക്യാരറ്റ് ആണ്? 22 ക്യാരറ്റ് ആണ്. രാജകീയ ദ്രവം, സ്വർണം ലയിക്കുന്ന ദ്രാവകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് അക്വാറീജിയാണ്. രാജകീയ ദ്രവം, സ്വർണം ലയിക്കുന്ന ദ്രാവകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും 3:1 അനുപാതത്തിലുള്ള മിശ്രിതമാണ് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും 3:1 അനുപാതത്തിലുള്ള മിശ്രിതം ഏതാണ്? അക്വാറീജിയ. ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാലിബിലിറ്റി എന്താണ്? അടിച്ചു പരുത്തി തകിടാക്കുന്നത്. സ്വർണം, വെള്ളി തുടങ്ങിയ വില കൂടിയ ലോഹങ്ങളുടെ മൂല്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ട്രോയ് ഔൺസ് ആണ്. ഒരു ട്രോയ് ഔൺസ് എന്നാൽ 31.1 ഗ്രാമിനോട് ഇക്വലൻ്റ് ആണ്. സ്വർണം, വെള്ളി തുടങ്ങിയ വില കൂടിയ ലോഹങ്ങളുടെ മൂല്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ട്രോയ് ഔൺസ് ആണ്. 31.1 ഗ്രാം. ഒരു ലോഹത്തെ അടിച്ചു പരുത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. അടുത്ത ലോഹം മെർക്കുറി ആണ്.
Hg കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ 80 ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിലാണ് മെർക്കുറി സ്ഥിതി ചെയ്യുന്നത്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് മെർക്കുറി. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം മെർക്കുറിയാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. മെർക്കുറിയാണ്. -38.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. മെർക്കുറി ചേർത്ത ലോഹസങ്കരമാണ് അമാൽഗം. മെർക്കുറി ചേർത്ത ലോഹസങ്കരം അറിയപ്പെടുന്നത് അമാൽഗം. മെർക്കുറിയുടെ അളവ് പ്രഖ്യാപിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക്. മെർക്കുറിയുടെ അളവ് പ്രഖ്യാപിക്കുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. അടുത്ത മൂലകം യുറേനിയമാണ്. സിമ്പൽ യു. അറ്റോമിക് നമ്പർ 92. ഓർത്തിരിക്കണം, യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ഏറ്റവും ഉയർന്ന ആറ്റോമിക നമ്പരും മാസ് നമ്പരുമുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയം. ഏറ്റവും ഉയർന്ന ആറ്റോമിക് നമ്പരും മാസ് നമ്പരുമുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയം. അറ്റോമിക് നമ്പർ 92 ഏറ്റവും സങ്കീർണമായ മൂലകമാണ് യുറേനിയം. ഏറ്റവും സങ്കീർണമായ മൂലകം യുറേനിയമാണ്. യുറേനിയം 238ൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് 4.5 × 10⁻9 വർഷമാണ്. യുറേനിയം 238ൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് 4.5 × 10⁻9 വർഷമാണ്. അണുഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയം. അണുഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം ഏതെന്ന് ചോദിച്ചാൽ യുറേനിയമാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടെത്തിയത് ലിനസ് പോളിംഗ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടെത്തിയത് ലിനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കുന്നതിനുള്ള സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കുന്നതിനുള്ള സ്കെയിൽ പോളിംഗ് സ്കെയിലാണ്. മുള്ളിക്കൻ സ്കെയിൽ, ആൽഫ്രഡ് റോക്കൌസ് സ്കെയിൽ എന്നിവയും ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? പോളിംഗ് സ്കെയിലുണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ, മുള്ളിക്കൻ സ്കെയിലുണ്ട്, ആൽഫ്രഡ് റോക്കൌസ് സ്കെയിലുമുണ്ട്. അടുത്ത മൂലകമാണ് കാഡ്മിയം. Cd എന്നുള്ളതാണ് സിമ്പൽ. ആറ്റോമിക് നമ്പർ 48. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്ന മൂലകമാണ് കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്ന മൂലകം കാഡ്മിയമാണ്. കാഡ്മിയവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇതായി. കാഡ്മിയവുമായി ബന്ധപ്പെട്ട രോഗം ഇതായി ആണ്. അടുത്ത മൂലകം ടങ്സ്റ്റൺ ആണ്. W ആണ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ. അറ്റോമിക് നമ്പർ 74. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൺ. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൺ. 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വൈദ്യുത ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചു വെക്കുക, 3410 ഡിഗ്രി സെൽഷ്യസ്. മറ്റ് ഡി ബ്ലോക്ക് മൂലകങ്ങളും കൂടെ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്യൂബ് ലൈറ്റിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമാണ് മോളിബ്ഡിനം. ട്യൂബ് ലൈറ്റിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹം മോളിബ്ഡിനമാണ്. സിമ്പൽ MO. അറ്റോമിക് നമ്പർ 42. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. TC കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ 43. ഏറ്റവും വില കൂടിയ ലോഹം ഏതാണ്? റോഡിയമാണ്. സിമ്പൽ RH. അറ്റോമിക് നമ്പർ 45. ഇനി ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് റീനിയം. ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന മൂലകം റീനിയമാണ്. സിമ്പൽ RE. അറ്റോമിക് നമ്പർ 75. ഏറ്റവും ഭാരം കൂടിയ അഥവാ സാന്ദ്രത കൂടിയ ലോഹമൂലകമാണ് ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ അതായത് സാന്ദ്രത കൂടിയ ലോഹമൂലകമാണ് ഓസ്മിയം. സിമ്പൽ OS. അറ്റോമിക് നമ്പർ 76. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് P ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്